Hi friends, welcome back to Aadis+Galaxy. ഇന്ന് ഈ ഒരു ബോട്ടിലാണ് ട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു സിന്ദൂരച്ചെപ്പാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ക്ലേ എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ബോട്ടിലിന്റെ സെന്റർ ഭാഗത്ത് നമുക്കത് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിന് ഫാബ്രിക് ഗ്ലൂ ആണ് ട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ക്ലേ ഒന്ന് പരത്തിയെടുക്കണം, നീളത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഒരു ക്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് വീണ്ടും ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് കുറച്ച് വെള്ളം നനച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വല്ല ക്രാക്കൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. ഇനി ബോട്ടിലിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ ക്ലേ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ബോട്ടിലിന് മുകളിൽ ഓരോ ഡിസൈൻ കൊടുത്തിടുകയാണ് കേട്ടോ. അതിന് വേണ്ടി പെന്നിൻ്റെ റീഫില്ലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷേപ്പ് ക്ലേയിൽ വന്നോളൂ. പിന്നീട് ഞാൻ ക്ലേ കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ അതിന് താഴെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ആ ക്ലേ ബോൾസ് ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നീട് ഇതുപോലെ പെന്നിൻ്റെ പാർട്സ് വെച്ചിട്ട് തന്നെയാണ് വീണ്ടും ഓരോ ഷേപ്പുകൾ കൊടുത്തിടുന്നത്. ഇതൊക്കെ ഓരോരുത്തർക്ക് എങ്ങനെ തോന്നുന്നു, ഡിസൈൻ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നും പോലെ ഞാൻ ചെയ്തിടുന്നുണ്ട്. ഇതുപോലെ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ നമ്മൾ അടപ്പിന് മുകളിലാണ് ക്ലേ വെച്ച് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു അലൂമിനിയം ഫോയിലിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അത് ആ ഒരു ഷേപ്പിൽ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്ലേ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് നമ്മൾ ആ ഷേപ്പ് നല്ല രീതിയിലൊന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ട് ഈ അടപ്പിന് മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിന് മുകളിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കണം.
പിന്നീട് ക്ലേ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ചതിന് താഴെയായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് റീഫിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിടുന്നുണ്ട് കേട്ടോ. അതിന് മുകൾ വശത്തും ക്ലേ ബോൾസ് വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുമ്പം എന്തൊക്കെ ഡിസൈനാണ് വേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ് ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. അത് അപ്പോൾ തോന്നുന്ന പോലെ അങ്ങനെ ചെയ്തു വെച്ചതാണ്. ഞാനൊരു കുങ്കുമച്ചെപ്പ് വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും ഈ ക്ലേ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, റെഡി ആവുമോയെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ചെയ്ത് വന്നപ്പം കുഴപ്പമില്ല കേട്ടോ, സക്സസ് ആയി. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ഷേപ്പ് തന്നെ അങ്ങോട്ട് മാറിയില്ലേ. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ആ ഡിസൈൻ്റെ ഉള്ളിലേക്കൊന്നും ആവാത്ത കാരണം പിന്നീട് ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഗോൾഡൻ കളറും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോൺസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ ഞാൻ പെന്നിൻ്റെ പാർട്സ് വെച്ചിട്ട് അവിടെ ഒരു റൗണ്ടിൽ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവിടെയാണ് ഗ്രീൻ സ്റ്റോൺ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഔട്ട്ലൈനറാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നീട് ഗ്രീൻ സ്റ്റോണിൻ്റെ സൈഡിലായിട്ട് റെഡ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ വശത്തും ഞാൻ റെഡ് സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.